എനിക്ക് ചോദിക്കാനുള്ളത് നിലവിൽ BJP-യോടാണ്. യെസ്, അരുൺ വീണ്ടും തയ്യാറെടുത്തോളൂ. ചോദിക്കാൻ കാരണം മറ്റൊന്നുമില്ല, ഞങ്ങളുടെ പാർട്ടി നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒരുപാട് മാസങ്ങളോളം അദ്ദേഹത്തെ കുറിച്ച് ജയിലിൽ വിട്ടു. ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ അന്ന് കൊണ്ടുവന്ന ആരോപണം എന്ന് പറയുന്നത് PMLA ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, ഇത് പ്രകാരമാണ് നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടത്. അദ്ദേഹത്തെ മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ, സഞ്ജയ് സിംഗ്, ഇങ്ങനെ 4 പേരെ നിങ്ങൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് പിടിച്ചകത്തിട്ടു. മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ഒരു പ്രത്യേകത, ആ ആരോപണം ആരുടെ പേരിലാണോ അവരെ മറ്റുപാധികളൊന്നുമില്ലാതെ ജയിലിലിടാം. അത് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ജയിലിൽ കിടക്കുന്നയാൾ ഞാൻ നിരപരാധിയാണെന്ന് സ്വയം തെളിയിക്കണം. അല്ലാതെ ഒരു തെളിവ് പോലും ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല ജയിലിലിടാൻ വേണ്ടിയിട്ട്. അന്ന് സുപ്രീം കോടതി ഒരു കമൻറ്റ് നടത്തി. കമൻറ്റ് ഇതായിരുന്നു: ഈ ആരോപണം ജഡ്ജ്മെൻറ്റിന് വന്നാൽ ഒരു നിമിഷം പോലും ഇത് നിലനിൽക്കുന്നതല്ല, കാരണം ഒരു തെളിവുമില്ല. അതിനുശേഷം നിങ്ങൾ ഡൽഹി പിടിച്ചെടുത്തു, കേന്ദ്രം നിങ്ങൾ ഭരിക്കുന്നു. ഇത്രയും നാളായി, 5-6 മാസമായി, ഇവരിൽ ആരെയും ഒരു ദിവസം പോലും നിങ്ങൾക്ക് പിടിച്ചകത്തിടാൻ പറ്റിയിട്ടില്ല. എന്താ പ്രശ്നം? നിങ്ങളുടെ കയ്യിൽ അധികാരമില്ലേ? കേന്ദ്രവും ഡൽഹിയും ഭരിക്കുന്നത് നിങ്ങളാണ്. മനീഷ് സിസോദിയോ, അരവിന്ദ് കെജ്രിവാളോ, സഞ്ജയ് സിംഗോ, സത്യേന്ദ്ര ജെയിനോ അവരാരെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു തെളിവ് പ്രൊഡ്യൂസ് ചെയ്ത് അവരെ വീണ്ടും നിങ്ങൾക്ക് ജയിലിലേക്ക് ആക്കിക്കൂടെ? മറുപടി ഞാൻ ആഗ്രഹിക്കുന്നു.